തമിഴ്നാട് പോലീസ് മാസങ്ങളായി അന്വേഷിച്ചിട്ടും കണ്ടെത്താനാവാതെ പോയ ഒരു വനിതാ ഡോക്ടറുടെ മിസ്സിംഗ് കേസ് അത് ദിവസങ്ങൾ കൊണ്ട് പരിഹരിച്ചിരിക്കുകയാണ് കേരള പോലീസ്. ആ കുടുംബത്തിൻ്റെ പുനഃസമാഗമത്തിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അതിന് കാരണമായത് കൊച്ചിയിലെ ഈ വനിതാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ്. ഇവിടുത്തെ SHO CBT ദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം, എങ്ങനെയാണ് തമിഴ്നാട് പോലീസ് 3 മാസമായി അന്വേഷിക്കുന്ന ഒരു വനിതാ ഡോക്ടറെ നമ്മൾ ദിവസങ്ങൾ കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചത്? നമ്മൾ 1-ാം തീയതി രാത്രി ഇങ്ങനെ വൈറ്റില ഹബ്ബിൽ ഒരു ലേഡി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് കൺട്രോൾ റൂമിൻ്റെ വെഹിക്കിൾ കണ്ടിട്ട് അപ്പം നൈറ്റ് ലേഡി ആയതുകൊണ്ട് വനിതാ സ്റ്റേഷനിൽ എത്തിച്ചതാണ്. അപ്പം വന്നപ്പോൾ ഇവർ ഒന്നും നേരത്തെ കാര്യമൊന്നും ഓർമ്മയില്ല, പറയാൻ ബുദ്ധിമുട്ട് കാണിച്ചു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കാക്കനാടുള്ള സ്നേഹിതയിൽ നമ്മൾ പാർപ്പിച്ചു. അപ്പോൾ ഒന്ന് കാമായപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മളിവിടെ ഒരു പേയിങ് ഗസ്റ്റായിട്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് കുറച്ചും കൂടി ഇവരുടെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതും. നമ്മൾ ഇവരുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഐഫോണിൻ്റെ ലോക്ക് അവർക്ക് ഓർമ്മയില്ല, ഓപ്പൺ ചെയ്ത് തരാൻ ഓർമ്മയില്ല. അപ്പം പിന്നെ ഇവരുടെ പേര് പറയുന്നുണ്ട്, അമ്മയുടെ അച്ഛൻ്റെയും പേര് പറയുന്നുണ്ട്. ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റഡ് ആണെന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഇവർ ഏത് സ്ഥലമാണെന്നോ അവരുടെ കോൺടാക്ട് നമ്പേഴ്സോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടാണ് ഇവരുടെ ഒരു ഓൾട്ടർനേറ്റ് നമ്പർ കണ്ടുപിടിക്കുന്നതും. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഡിസംബർ മുതൽ നാഗർകോവിലിൽ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു ലേഡിയാണെന്നും ശ്രീവിദ്യ 39 വയസ്സാണെന്നും ഒരു ഡോക്ടറാണെന്നും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. അങ്ങനെ ശ്രീവിദ്യയുടെ പേരൻസ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 2-2.5 മാസമായിട്ട് മിസ്സിങ് കേസിലെ ഒരു ലേഡിയാണ് അവർക്ക് കുടുംബത്തിനോടൊപ്പം ഇന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. തമിഴ്നാട് പോലീസ് നേരത്തെ വന്നിട്ടിരുന്നു. ലേഡി ഇവിടെ എറണാകുളത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് പോലീസ് ഇവിടെ എത്തുന്നത്. 2 മാസത്തോളം ഒരു ലേഡിയല്ലേ, മിസ്സിങ് ആകുമ്പോൾ കുറച്ച് ഗ്രേവും ആവും. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് അവർ വന്ന് അന്വേഷിച്ചു. പക്ഷേ ഇവരുടെ കോണ്ടാക്ട് ഒന്നും കിട്ടിയില്ല, അവർ തിരിച്ചുപോയി. പിന്നെ ഇപ്പം ഒരു വിജിലൻ്റ് പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ ഒന്ന് ഈ രീതിയിൽ ഫാമിലിയായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയത്. ഒരു പക്ഷേ തമിഴ്നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഫയലുകളിൽ ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന കേസായിരുന്നു ഇത്. തമിഴ്നാട് പോലീസ് എറണാകുളത്ത് വന്ന് അന്വേഷിച്ച ശേഷം മടങ്ങിപ്പോയതുമാണ്. എന്നാൽ ഈ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസുകാരുടെ ഒരു കാര്യക്ഷമമായ അന്വേഷണമാണ് ഈ കുടുംബത്തെ ഇപ്പോൾ ഒന്നിപ്പിച്ചിരിക്കുന്നത്.